ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വൈകുന്നേരത്തെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തുണി കഴുകിയിട്ടതാണേ. തുണി കഴുകിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിടക്കുക. ഞാൻ തുണിയൊക്കെ പിറക്കുക. അപ്പോൾ ഈ സ്ഥലം കണ്ടോ, നല്ല രസമില്ലേ? ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമാണേ. നല്ല രസമാണ്. വല്ലവൻ്റെ അയ്യവെങ്കിലും കാണാൻ നല്ല രസമില്ലേ? അപ്പം തുണിയെല്ലാം പിറക്കി കൊണ്ട് വെച്ചതിന് ശേഷം ഞാൻ ഓർത്തു കുമ്പിളപ്പം ഉണ്ടാക്കാമെന്നേ. അപ്പം തലേദിവസം ഉഷാമ്മ ഭക്ഷണമെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്തു അത് ഫ്രിഡ്ജിൽ ഇരിക്കുമല്ലേ, അത് വെച്ചിട്ട് ഭക്ഷണമപ്പം ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ചേ എടുത്തുള്ളൂ, ബാക്കി ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. അപ്പോൾ അരിപ്പൊടി വെച്ചും ഗോതമ്പൊടി വെച്ചും ഉണ്ടാക്കുന്നുണ്ട്. പൊന്നുമോന് ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഇഷ്ടം, നമുക്ക് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ടും തിന്നും. എങ്കിലും കുറച്ചും കൂടി ഇഷ്ടം അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഉണ്ടാക്കുവാണ്, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം തേങ്ങ ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എന്തുമായിരുന്നു, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതേ. അപ്പം അതും കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഏട്ടനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. എവിടെ വെച്ച് ഞാൻ കണ്ടാലും ഇത് ഇല പറിച്ചുകൊണ്ട് വന്ന് ഞാൻ ഉണ്ടാക്കുവേ. അപ്പം ഏട്ടനോടുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഉണ്ടാക്കുന്നത്, തറയിരുന്ന് ഒരുമിച്ചിരുന്നാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് മതിയല്ലോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുക. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ കുമ്പിളിങ്ങനെ കുത്താനേ, കുമ്പിളപ്പം എന്നാണ് ഞങ്ങളിവിടെ പറയാറേ. അപ്പം ഇതിങ്ങനെ കുമ്പിള് കുത്താൻ എനിക്കിച്ചിരി അറിയത്തില്ലെന്ന് വെച്ചാൽ ഇത് ശരിയായി വരത്തില്ല. അങ്ങനെ 2-3 വട്ടം തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ കറക്റ്റായി വരും. അപ്പോൾ ഞാൻ അത് മാവ് ഫില്ല് ചെയ്ത് ഇങ്ങനെ വെക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ഇഡ്ഡലി തട്ടിനകത്ത് വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ കുന്നുകൂട്ടി ഇങ്ങനെ വെച്ചാൽ അത് ആവി കയറി ശരിക്കും വേഗത്തില്ല. അപ്പം കുറച്ചായിട്ട് 2 ഇഡ്ഡലി തട്ട് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നിരത്തി, അതായത് ഒന്നിൻ്റെ മണ്ട ഒന്ന് അങ്ങനെ വെക്കുന്നില്ല, നിരത്തി ഇങ്ങ് 2 ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിരത്തി ഇങ്ങ് വെച്ച് ഇതായിട്ടുണ്ടാകും. ഒറ്റ പ്രാവശ്യം തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് 2 ഇതായിട്ടുണ്ടാക്കാനുള്ള ക്ഷമയില്ല. അപ്പോൾ ഇതുകൊണ്ടോ ഞാൻ എത്ര വട്ടം തിരിച്ചും മറിച്ചും വയ്ക്കുന്നത്, അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പം പിന്നെ അത് ശരിയായി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചു കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ അതിന് മീഡിയം ഫ്ലെയിമിൽ വേകണം. അപ്പം പിന്നെ ഞാൻ പിള്ളേർക്ക് ഇത് ടി വിയിൽ ഇങ്ങനെ യൂട്യൂബ് കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പണിയുണ്ടല്ലോ. പിന്നെ ഞാൻ പെര തൂക്കാനായിട്ട് ചൂലെടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം പൊന്നും എന്നെ കളിയാക്കുക. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ ഭക്ഷണയപ്പം വെന്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പം ഇത് കണ്ടോ, അപ്പം ഗോതമ്പിൻ്റെയും അരിപ്പൊടിയുടെ ഏതാണെന്ന് പോലും അറിയത്തില്ല, രണ്ടും മിക്സ് ആക്കിയും വെച്ചേക്കുക കേട്ടോ. എന്നാക്കളെ അവിടെ ഞാൻ വെക്കാം മക്കൂട്ടിന് പാല് കഴിക്കെടുത്ത. അങ്ങനെ ഞങ്ങളിരുന്ന് കഴിക്കുക കേട്ടോ. മണിക്കൂറിനും ഇഷ്ടപ്പെട്ടു. മണിക്കൂറിന് അരിപ്പൊടിയുടെ കുറച്ചും കൂടെ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ കഴിക്കുക. ഞാൻ 2-3 എണ്ണം കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഭക്ഷണമപ്പം ഇഷ്ടമല്ലാത്ത ആരുണ്ടല്ലയോ, നല്ല ഫ്ലേവറും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല മഴക്കോളും ഉണ്ട്. ഇപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കരണ്ടും പോയി. സമയം ഇപ്പം 6 മണിയായി. അകത്ത് വെട്ടവും ഇല്ല. അതുകൊണ്ട് ഇതോടെ നമ്മുടെ വ്ലോഗ് അതോടെ നമ്മുടെ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ പറഞ്ഞേ. വാ.